നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഇന്ന് 13 ദിവസം. കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയ്ക്കായി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തും. കൊച്ചിയിൽ നിന്ന് എത്തുന്ന ഹെലികോപ്റ്റർ കൊല്ലം അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം തെരച്ചിലിനായി നീണ്ടകരയിലേക്ക് പുറപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഈ കൊച്ചിയിൽ നിന്ന് എത്തുന്ന ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അത് മഠം തയ്യാറാക്കിയ ഹെലിപാഡിൽ എപ്പോഴാണ് ഇറങ്ങുക? അതിനുശേഷമാണല്ലോ തെരച്ചിലിനായി പോവുക. എപ്പോഴായിരിക്കും അവിടെ ഇറങ്ങുക? അത് തീർച്ചയായുമായ 11:30 കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന ഹെലികോപ്റ്റർ 12:30 ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പം ഇന്ത്യൻ ഓയിൽ ഏവിയേഷന്റെ ഇന്ധനം നിറയ്ക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉണ്ട്. ഒപ്പം ഈ കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടുള്ള 9ഓളം ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹെലികോപ്റ്ററിന്റെ ലാൻഡിങ്ങിനും പറന്നുയരുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നതിനെ കൊണ്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും 12:30 ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഏതായാലും ആദ്യം ഈ ഹെലികോപ്റ്റർ ആശ്രമം മൈതാനത്തേക്ക് എത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയത്. പക്ഷേ ആ ഒരു ഘട്ടം വിജയിക്കാത്തത് കൊണ്ട് കൂടിയാണ് ആശ്രമം മൈതാനിയിൽ നിന്നും ഈ ഹെലികോപ്റ്ററിന്റെ യാത്ര അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനുള്ള സൗകര്യങ്ങൾ അമൃതപുരി ആശ്രമം തയ്യാറാക്കിയ അമൃത വിശ്വവിദ്യാപീഠം കോളേജ് ഗ്രൗണ്ടിലേക്ക് ഈ ഒരു സംവിധാനം, ഈ ഒരു താൽക്കാലിക സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഹെലിപാഡ് നിർമ്മിച്ചു എന്നുള്ളതും വളരെ വലിയൊരു പ്രത്യേകതയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവശ്യപ്രകാരം അമൃതാനന്ദമയി മഠത്തെ അറിയിക്കുകയും അമ്മ അതിന് പ്രത്യേക നിർദ്ദേശം നൽകിപ്പെട്ടത് തന്നെ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാത്രി കൊണ്ട് ജീവനക്കാരും അമൃതയിലെ ജീവനക്കാരും മറ്റുമൊക്കെ ചേർന്ന് നിർമ്മിച്ച ഈ ഒരു ഹെലിപാഡിലേക്കാണ് ഈ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഹെലികോപ്റ്റർ, അതായത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തുക. ഇതിനായുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഇവിടെ വിലയിരുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഈ കാര്യങ്ങൾ കുറിച്ച് വിശദീകരിക്കാൻ, അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതിന് വിശദീകരിക്കാൻ ADM ഉണ്ട്. സർ, എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങോട്ടൊരു ലാൻഡിങ്? നമ്മൾ ആദ്യം തീരുമാനിച്ചത് കൊല്ലം ആശ്രമം ഗ്രൗണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഇറങ്ങുന്നതിനുള്ളൊരു സ്ഥലസൗകര്യം ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി സംസ്ഥാന ഗവൺമെൻറ് അത് അറിയിക്കുകയും ഗവൺമെൻറ് തലത്തിൽ ടേക്കപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ അമൃത ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുമായി നേരിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പൂർണ്ണ പിന്തുണ ഇതിനകത്തുണ്ടായി. വളരെ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ച് ഇത് ചെയ്തു. അതിനകത്ത് ഞങ്ങൾക്കൊരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു എന്നുള്ളത്. നമുക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇതിൻ്റെ എല്ലാ തരത്തിലും കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നമുക്കുള്ള പിന്തുണ ഉണ്ടാകുന്നുണ്ട്. ഈ അത്യാവശ്യം എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റും ഇതുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് 12ാമത്തെ ദിവസമാണ് ഈ അപകടം ഉണ്ടായിട്ട് ഇതുവരെയും ബോഡി കിട്ടാത്തത്. നമുക്ക് ഇതിനകത്ത് നിന്ന് റിക്കവറി ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ചെയ്യുകയാണ്. ആ കുടുംബം കാത്തിരിക്കുകയാണ്. നമ്മളുടെ ഓരോ തിരച്ചിലുകളും ഓരോ വാർത്തകളും അല്ലെങ്കിൽ എങ്ങനെ കിട്ടുകയോ എന്നുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ അവർക്ക് ഒരു അവസാന പ്രതീക്ഷ എന്നൊക്കെ പറയാം ഈ ഒരു തെരച്ചിൽ, ഇല്ലേ? അതിൻ്റെ ഒരു നിർണായക ഘട്ടമാണ്. അതെ, നമ്മൾ പരമാവധി അന്ന ദിവസം തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്തു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചുമതല എന്നുള്ള നിലയിൽ ഞാൻ കൊല്ലം ADM വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചുമതലയും കൂടി എനിക്കാണ്. അത് നമ്മൾ ആവശ്യമായ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു. എന്നിരുന്നാലും നമുക്കത് വിജയം കണ്ടെത്താത്ത സാഹചര്യത്തിൽ നമ്മൾ അവസാനത്തെ അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ഇതും കൂടി ചെയ്യുകയാണ്. നമുക്ക് ശ്രമിച്ച് കാര്യങ്ങൾ നടാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടാകുന്നത്. ഹെലികോപ്റ്റർ സ്വാഭാവികമായിട്ടും ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ക്രമീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് അതിന്റെ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു രാത്രി കൊണ്ട് തന്നെ ആദ്യം ഹെലിപ്പാഡ് ഉണ്ടാക്കി തന്നു. ഇത് നമുക്ക് IOCയുടെ ഇന്ധനം ടാങ്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 3 ദിവസമായി കൊല്ലത്ത് ആശ്രമത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് അവിടെ നിന്നുള്ള നിർദ്ദേശം കിട്ടാത്തത് കാരണമാണ് ഈ ഫ്ലൈറ്റ് വരാൻ താമസിച്ചത്. അതുകൊണ്ട് അത് ഇന്ന് വരും, രാവിലെ 10:30 എത്തും എന്നുള്ള ഒരു അറിയിപ്പ് വന്നു. പക്ഷേ അത് രാവിലത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇത്ര ഡിലേ ആയത്. എന്നിരുന്നാലും ഒരു 12 മണി കഴിയുമ്പോൾ മുതൽ എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലാൻഡിങ് കഴിഞ്ഞിട്ട് അവർക്ക് ഇന്ധനം നിറച്ചു കൊടുക്കും. എന്നിട്ട് അവർ നമുക്ക് കൊല്ലം ജില്ല മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പടി 5 ഭാഗങ്ങളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്താണ് അവരുടെ പ്രോഗ്രാം ചാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ പോയി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ട് അതിന് വീണ്ടും ഇന്ധനം വേണമെങ്കിൽ വീണ്ടും രണ്ടാമത് വന്ന് നിറച്ചിട്ട് വീണ്ടും കൊടുക്കും. പിന്നെ തിരിച്ചു പോകാനുള്ള ഇന്ധനം ഉണ്ടാക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടത്. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു. അതിൻ്റെ എല്ലാ പിന്തുണയും എല്ലാ കാര്യങ്ങളും ജില്ലാ ഭരണകൂടം ചെയ്തു കൊടുക്കുന്നതാണ്. സാർ, വിലയിരുത്തിയിടത്തോളം ഈ ഹെലിപാഡിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്കൊരു ഇതിനു വേണ്ടി സജ്ജീകരിച്ചു കഴിഞ്ഞു? ഇല്ല, അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തെന്നെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്ത് സെക്യൂരിറ്റി എല്ലാ പ്രോബ്ലങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല എന്നുള്ള സാറ്റിസ്ഫാക്ഷനാണ് ഇതിൻ്റെ മൊത്തത്തിൽ പരിശോധന നടത്തിയത്.
തീർച്ചയായും. അപ്പം ഈ തെരച്ചിൽ അതായത് എത്ര സമയം നീളും, അല്ലെങ്കിൽ ഈ ഓരോ തവണ ഈ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തേണ്ടി വരുമോ, അതിന്റെ ഒരു ക്രമീകരണങ്ങൾ ഏതായാലും കോസ്റ്റ് ഗാർഡ് സാറിനെ അറിയിച്ചിട്ടുണ്ടോ? കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ ചിലപ്പോൾ നേരെ പോയിട്ട് വരാനുള്ള സംവിധാനം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടാകുമെങ്കിൽ മാത്രം ഇവിടെ വന്ന് നിറച്ചിട്ട് പോകും. പിന്നെ വീണ്ടും രണ്ടാമത് ആവശ്യം ഉണ്ടെങ്കിൽ അത് 300 ലിറ്ററാണ് ഇതിൻ്റെ ഒരു നിറപ്പെന്ന് പറയുന്നത്. ആ 300 ലിറ്ററിനകത്തുനിന്ന് എത്ര മണിക്കൂർ ഫ്ലൈ ചെയ്യുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫ്ലൈ ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് വന്ന് നിറയ്ക്കും. എന്നിരുന്നാലും നമുക്ക് IOCയുടെ ടാങ്കർ 1500 ലിറ്റർ ഇവിടെ നമുക്ക് സ്റ്റോക്കാണ്. ആവശ്യമുള്ള എല്ലാ സജ്ജീകരണവും ചെയ്തിട്ടുണ്ട്. അവർ എന്താവശ്യപ്പെട്ടാലും നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി തിരച്ചിലിനായി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്താൽ മാത്രം മതി. അവിടെ അതിനുശേഷം ഇവിടെ നിന്നും നീണ്ടകരയിലേക്ക് തിരിക്കും. നീണ്ടകരയിൽ നിന്നും ഒരു പക്ഷേ 5 തെങ്ങ് അഴീക്കൽ ആ ഭാഗങ്ങളിലേക്കൊക്കെ, മുതലപ്പുഴി ഭാഗങ്ങളിലേക്കൊക്കെ തിരച്ചിലിനായി ഈ ഹെലികോപ്റ്റർ തന്നെ യാത്ര തുടരും എന്നാണ്, തിരച്ചിലിനായി യാത്ര തുടരുമെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ ഏവിയേഷൻ അത് ഇവർ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സാധാരണയായി ഇത്തരത്തിലൊരു ഹെലികോപ്റ്റർ യാത്ര ചെയ്യുമ്പോൾ, തിരച്ചിലിനായി യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ടിയിരുന്ന ADM സൂചിപ്പിച്ചതുപോലെ ഇതിന് യാത്ര ചെയ്യുന്ന സമയത്ത് ആവശ്യമായ ഇന്ധനം എന്ന് പറയുന്നത് 300 ലിറ്റർ അതിനകത്ത് ഒരു തവണ അതിനകത്ത് നിറയ്ക്കുകയുണ്ടാവും. അത് എത്രത്തോളം പറക്കുന്നു, അത് എത്രത്തോളം യാത്ര ചെയ്യുന്നു, തിരച്ചിൽ നടത്തുന്നു എന്നത് കണക്കിലേക്കും വീണ്ടും ആ ഹെലികോപ്റ്റർ വീണ്ടും ഇവിടെ ലാൻഡ് ചെയ്ത് വീണ്ടും ഇന്ധനം നിറയ്ക്കും. ഏതായാലും 1500 ലിറ്റർ സംഭരണശേഷിയുള്ള ഇന്ത്യൻ ഓയിൽ ഏവിയേഷന്റെ ഒരു ടാങ്കറാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ ഓയിൽ ഏവിയേഷന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗൗതം കൃഷ്ണയെ കണ്ടെത്തുക എന്നുള്ളത് ആ തിരച്ചിൽ അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് 12ാം ദിവസത്തിലേക്ക്, അതായത് ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് നീണ്ടകരയിൽ കടലിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ നീണ്ടകരയിൽ ഈ ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഇന്ന് 12ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ തിരച്ചിൽ ഫലം കണ്ടിരുന്നില്ല. ആ ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ നിരീക്ഷണ പറക്കൽ നടത്തി അത്തരത്തിലൊരു അന്വേഷണവും തിരച്ചിൽ കൂടി നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബാംഗങ്ങളും എല്ലാം ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹെലികോപ്റ്റർ ഈ ഏവിയേഷൻ ഗ്രൗണ്ടിലേക്ക്, അതായത് ഈ അമൃത വിശ്വവിദ്യാപീഠം തയ്യാറാക്കിയ, ഒറ്റ രാത്രി കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു ഹെലിപാഡിലേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിയുന്നത്.